بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ ദർസിൻ്റെ ആമുഖത്തിലാണ് നാം ഉള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഈ കഴിഞ്ഞു പോയ 7 ക്ലാസ്സുകളിലായി നാം സൂചിപ്പിച്ചു. വിശദമായി പറയണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു 100 ക്ലാസ്സെങ്കിലും വേണ്ടി വരും. അള്ളാഹു നാം പറഞ്ഞതിനെ സ്വീകരിക്കുമാറാവട്ടെ. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി അതിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാന്യരെ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ജീവചരിത്രമാണ് ഇന്ന് നാം പറയുന്നത്. മഹാനായ ഇമാം ബുഖാരി, അവരുടെ ചരിത്രം നാം പറയാൻ ഒരുങ്ങുമ്പോൾ എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത കടൽ പോലെ വിശാലമായ, അക്കരെ കാണാൻ കഴിയാത്ത ഒരു വലിയ സംഭവമാണ്. ചെറിയ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, അവരുടെ പേര് അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിനു ഇസ്മാഈല ബിന് ഇബ്രാഹിം ബിന് അൽ മുഗീറത ബിന് ബർദിസ്ബാ അൽ ജുഅഫിയു എന്നതാണ് അവരുടെ ഫുൾ നെയിം. അവർക്ക് മക്കളില്ല, എന്നാലും ബഹുമാനിച്ചുകൊണ്ട് വിളിക്കുന്ന പേരാണ് അബൂ അബ്ദില്ലാ. അവരുടെ പിതാവ് അവർക്ക് നൽകിയ പേര് മുഹമ്മദ് എന്നാണ്. പിതാവ് ഇസ്മായിൽ, അവരുടെ പിതാവാണ് ഇബ്രാഹിം എന്നവർ. അവരുടെ പിതാവാണ് അൽ മുഗീറ. അവരുടെ പിതാവാണ് ബർദിസ്ബാ എന്ന് പറയുന്നത്. ബർദിസ്ബ എന്ന് പറയുന്ന ആള് എന്നത് പേർഷ്യൻ പേരാണ്. അവര് മജൂസിയായിരുന്നു, തീ ആരാധകരായിരുന്നു. അവരുടെ കുടുംബം മുസ്ലിമാകുന്നത് ഈ ബർദിസ്ബയുടെ ശേഷമുള്ള പിതാമഹനായ മുഗീറ എന്നവരാണ്. ബുഖാറയുടെ ഭരണാധികാരിയായിരുന്ന യമാനിൽ ജുഅഫി എന്ന മഹാമനുഷ്യൻ, അവരുടെ കരങ്ങളിലാണ് മുഗീറ എന്നവർ മുസ്ലിമാകുന്നത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെല്ലാം നടപ്പിലുള്ളത് പോലെ ആര് മുഖേനയാണോ ഒരാൾ മുസ്ലിമായത് എങ്കിൽ അവരുടെ കുടുംബപ്പേര് അവർക്ക് നൽകും. അടിമയെ ഇത്തക്ക് ചൊല്ലിയാൽ അടിമക്ക് ആരാണോ ഇത്തക്ക് ചൊല്ലിയത് മുതലാളി, അവരുടെ കുടുംബവും തറവാടും നൽകുന്നത് പോലെ തന്നെ ഒരാളുടെ കയ്യിൽ മുസ്ലിമായാൽ ആ മുസ്ലിമായവരുടെ കുടുംബപ്പേരായിരിക്കും പിന്നീട് ഈ മുസ്ലിമായ ആളുകൾ അറിയപ്പെടുക. എനിക്ക് വലാ ഉൽ ഇസ്ലാം എന്നാണ് പേര് പറയുന്നത്. അവിടെ വലാ ഉൽ ഇസ്ലാം അല്ലാതെ വേറെ വല്ല മറ്റുള്ള വലാ ഉണ്ടോ? അധികാരങ്ങൾ വല്ലതും കിട്ടുമോ? അതിൽ ഖിലാഫുണ്ട്. അത് ഉണ്ട് എന്ന് പറയുന്ന മഹാന്മാരുമുണ്ട്.
എന്നാലും വലാഉൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവത്രികമായി നൽകപ്പെടുന്ന പേരാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കുടുംബ പേരായിട്ട് ജുഅഫി എന്ന് പറയുന്നത്. മുസ്ലിമായ യമാൻ എന്നവരുടെ കുടുംബമാണ് ജുഅഫ്. ജീമിന് ലൊമ്മ് കൊണ്ടുണ്ട്, ഫത്ത് കൊണ്ടുണ്ട്, ജഅഫി എന്ന് പറയുന്നവരുമുണ്ട്. പിന്നെ അവരുടെ മകനായ മുഗീറ എന്നവരുടെ മകനായ ബുഖാരി ഇമാമിൻ്റെ വല്യുപ്പ ഇബ്രാഹിം എന്നവർ, അവരെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഫലം നഖിഫ് അലാ ശൈഇൻ മിൻ അഖ്ബാരിഹി. ബുഖാരി ഇമാമിൻ്റെ വാപ്പയായ ഇബ്രാഹിം എന്നവർ അവരുടെ ചരിത്രങ്ങൾ ഒന്നും നമുക്ക് വ്യക്തമായി ലഭിച്ചിട്ടില്ല, ഞാനതറിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നെ ഇമാം ബുഖാരിയുടെ മുഹമ്മദ് എന്നാണല്ലോ നമ്മുടെ ബുഖാരി ഇമാമിൻ്റെ പേര്. അവരുടെ പിതാവ് ആരാണ്? ഇസ്മായിൽ എന്നവര്. അവർ അറിയപ്പെട്ട ആളാണ്, വലിയ മുഹദ്ദിസാണ്, സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്, ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അവർ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട മഹാന്മാരായ ഹമ്മാദ് ബിൻ സയ്യിദ്, ഇമാം മാലിക് ഇവരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് ഇമാം ബുഖാരിയുടെ പിതാവായ ഇസ്മായിൽ എന്നവർ. അവർക്ക് ധാരാളം ശിഷ്യന്മാരുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ ബിൻ ഇബ്രാഹിം എന്നവർ ഇമാം മാലിക്, ഇമാം മുഹമ്മദ് എന്നിവരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവരുമായി മുസാഫഹത്ത് ചെയ്യുകയും കൂടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇസ്മായിൽ എന്നവർ ധനികനായിരുന്നു, പണക്കാരനായിരുന്നു. അവർ വഫാത്താകുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ യുഅലമു ഫീമാ ലാ യുഅലമു. അവർ പറയാണ്, എൻ്റെ മുതലിൽ ഹലാലല്ലാത്ത, ഹറാമോ ശുഭത്തോ ഉള്ള ഒന്നും തന്നെ ഇല്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. എൻ്റെ മരണസമയത്ത് ഒപ്പര് പറഞ്ഞതാണ്, എൻ്റെ മുതലിൽ ഹറാമായ ഒരു മുതലും തന്നെ ഇല്ല, എൻ്റെത് മുഴുവൻ ഹറാമുമില്ല ശുഭത്തുമില്ല, എൻ്റെ മുതലുകൾ മുഴുവനും ഹലാല് മാത്രമേ ഉള്ളൂ എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, അബൂ അബ്ദില്ല മുഹമ്മദ് എന്നവർ. ഈ ബുഖാരി ഇമാമിൻ്റെ പിതാവായ ഇസ്മായിൽ എന്നവർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം ബുഖാരി ചെറിയ കുട്ടിയായപ്പോൾ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഇമാം ബുഖാരി വളർന്നത് അവരുടെ ഉമ്മയുടെ സംരക്ഷണത്തിലാണ്. പിന്നീട് ഉമ്മയും ബുഖാരി ഇമാമിൻ്റെ ജ്യേഷ്ഠനായ അഹ്മദ് എന്നവരും ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാം ബുഖാരി മക്കയിൽ തന്നെ താമസിക്കുകയും ഉമ്മയും മൂത്ത ജ്യേഷ്ഠനും അഹ്മദ് എന്നവരും ബുഖാറയിലേക്ക് തിരിച്ചു വരികയും അവിടെ വെച്ച് വഫാത്താവുകയും ചെയ്തു. ഇമാം ബുഖാരിയുടെ ജനനം ബുഖാറ എന്ന നാട്ടിലാണ്. ഇമാം ബുഖാരി ജനിച്ചത് കണ്ണിന് കാഴ്ച ഉള്ളവരായിട്ടായിരുന്നു എങ്കിലും കുട്ടിയായ സമയത്ത് ബുഖാരി ഇമാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഉമ്മ സ്വാലിഹാത്തിൽപ്പെട്ട വിലായത്തിൻ്റെ മർത്തബത്തിയ മഹദികളെ കൂട്ടത്തിൽപ്പെട്ട മഹദിയാണ്. ആ ഉമ്മ
ധാരാളമായി ദുആ ചെയ്തുകൊണ്ടിരിക്കും. പടച്ചവനെ, എൻ്റെ മകൻ മുഹമ്മദിനിക്ക് നീ കണ്ണിന് കാഴ്ച തിരിച്ചു കൊടുക്കണേ എന്നുള്ള ദുആ ധാരാളമായി ദുആ ചെയ്യും. പ്രത്യേകിച്ചും ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളിലെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് ദുആ ചെയ്യൽ പതിവായിരുന്നു. അങ്ങനെയാണ് മഹദി ഒരു ദിവസവും കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിലായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നുകൊണ്ട് പറയാൻ, യാ ഹാദിഹി ഖദ് റദ്ദല്ലാഹു അലാ ഇബ്നിക ബസറ ബികസ്റതി ദുആഇകി. യാ ഹാദിഹി ഖദ് റദ്ദല്ലാഹു അലാ ഇബ്നികി ബസറഹു ബികസ്റതി ദുആഇകി. എടി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കൂടുതലായി ധാരാളമായി ദുആ ചെയ്തതിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ വന്ന് പറയുകയും, അങ്ങനെ നേരം പുലർന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് പൂർണ്ണമായ കാഴ്ച ലഭിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ പിതാമഹൻ മുഗീറ എന്നവർ, മുസ്ലിമായ യമാൻ അൽ ജുഹ്ഫി എന്നവർ ഇമാം ബുഖാരിയുടെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ ജഅഫർ ബിൻ യമാൻ അൽ മുസ്നദി എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ള എന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിൻ്റെ പിതാമഹനും കൂടിയാണ്. അവരുടെ പിതാവിൻ്റെ വല്ലിപ്പ, പിതാവിൻ്റെ അബ്ദുള്ള എന്നവരുടെ പിതാവായ മുഹമ്മദ് എന്നവരുടെ വല്ലിപ്പയാണ് ഈ യമാനി എന്നവർ. അബ്ദുള്ള എന്നവർ അൽ മുസ്നദി എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഹദീസുകളെ മുസ്നദായ സ്വഹാബത്തിൻ്റെ ഹദീസുകൾ, നബി തങ്ങളെ തൊട്ടുള്ള മർഫൂആയ ഹദീസ്, അത് തിരഞ്ഞു പിടിച്ച് അത് തന്നെ പഠിക്കുന്നതിലും അത് തന്നെ അന്വേഷിക്കുന്നതിലും വളരെ കണിശത പുലർത്തിയിരുന്ന ആളായതുകൊണ്ടാണ് അവരെപ്പറ്റി മുസ്നദി എന്ന് പറയുന്നത്. ആ മുസ്നദിയുടെ പിതാവിൻ്റെ വല്ലിപ്പയാണ് യമാൻ എന്നവർ. അപ്പം ഇമാം ബുഖാരിക്ക് അവരുമായി വാപ്പ മുസ്ലിമായ ആൾ അവർ മുഖേന മുസ്ലിമായത് എന്ന ബന്ധത്തിൻ്റെ പുറത്ത് ഉസ്താദിൻ്റെ വാപ്പാൻ്റെ വല്ലിപ്പയാണ് എന്ന് പറയുന്ന പ്രത്യേകമായ ബന്ധവും വേറെയുമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ നിയന്ത്രണത്തിലായി വളർന്നു വന്നു. ഇമാം ബുഖാരി പറയുന്നു, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അൽ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്കലാനി അവിടെ മുഖദ്ദിമത്തുൽ ബുഖാരിയിൽ വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. ഉൽഹിംതു ഹിഫ്ളൽ ഹദീസി വഅന ഫിൽ കുത്താബ്. ഞാൻ ഓത്തുപള്ളിയിലായിരിക്കുന്ന കാലത്ത് ഹദീസ് മനഃപ്പാഠമാക്കണമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ നൽകപ്പെട്ടു. അപ്പം ബുഖാരി ഇമാം ഇത് പറയുന്നത് അവരുടെ വറാഖ്, ബുഖാരി ഇമാമിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ആള് അവരവിടെ പറഞ്ഞു. അപ്പം അവർ ചോദിച്ചു, ഖുൽതു കം അത അലൈക ഇദ്ദാഖ്, ഹദീസ് പഠനം, ഹദീസ് മനഃപ്പാഠമാക്കണം എന്ന വിഷയം നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു തആല ഇട്ട് തരുമ്പോൾ അന്ന് നിങ്ങൾക്ക് എത്രയാണ് വയസ്സ്? അപ്പോൾ ഇമാം ബുഖാരി പറഞ്ഞു, 10 10 താഴെയോ വയസ്സാണുള്ളത്. അങ്ങനെ ഓത്തുപള്ളിയിൽ നിന്ന് ഞാൻ അന്നത്തെ പ്രമുഖരായ മുഹദ്ദിസായ ഇമാം സൗരിയുടെ ശിഷ്യനായ സുഫിയാനു സൗരിയുടെ ശിഷ്യനായ ദാഖിലി എന്ന് പറയുന്ന മഹാൻ അവരുടെ അടുക്കലേക്കും മറ്റുള്ള ഉസ്താദന്മാരുടെ അടുക്കലേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ദാഖിലിൻ്റെ ഒക്കെ നിന്നാണ് എൻ്റെ ഹദീസ് പഠനത്തിൻ്റെ തുടക്കം വരുന്നത്. ഒരു ദിവസം ദാഖിലി ഷെയ്ഖ് ഉസ്താദ് പറഞ്ഞ കൂട്ടത്തിൽ ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ പറയാണ്, സുഫിയാൻ
അൻ അബി സുബൈർ അൻ ഇബ്രാഹിമ. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. ഹദീസിന്റെ സനദ് പരിചയമുള്ളവർക്ക് തിരികെ പറഞ്ഞ എന്താണ്? ഹദ്ദസനി സുഫിയാനു അല്ലെങ്കിൽ അഖ്ബർന സുഫിയാനു അൻ സുഫിയാന അൻ അബി സുബൈരി അൻ ഇബ്രാഹിമ. ഫഖുൽതു, ഇമാം ബുഖാരി പറയാണ്, ഇന്ന അബ സുബൈർ ലം യർവി അൻ ഇബ്രാഹിമ. നിങ്ങൾ സുഫിയാനു സൗരിയുടെ ശിഷ്യ ഉസ്താദായി പറയുന്ന അബു സുബൈർ എന്നവർ ഇബ്രാഹിം എന്നവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾ അബു സുബൈർ എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം? ചെറിയ കുട്ടിയല്ലേ ഇത് പറഞ്ഞപ്പം ദാഖിലി ഫന്തഹറബി, എന്നെ പേടിപ്പിച്ചു, എന്നോട് ഗൗരവത്തിൽ പെരുമാറിയപ്പോ പറ്റില്ലാത്തത് ആര് പറഞ്ഞാലും വിട്ടുകൊടുക്കാൻ പാടില്ല, ഉസ്താദന്മാരാണെങ്കിലും. ഞാൻ പറഞ്ഞു, ഇർജ ഇലൽ അസ്ലി ഇൻ കാന ഇൻദക്, നിങ്ങൾ ഈ ഹദീസ് പറയുന്ന ഒറിജിനൽ കോപ്പി നിങ്ങളെടുക്കലുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അൻ അബി സുബൈർ എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അബു സുബൈർ എന്ന റാവിയുണ്ട്, ഒരു മഹാര്യമായ ഷെയ്ഖ് ഉണ്ട്. പക്ഷെ ആ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇബ്രാഹിം എന്നവരല്ല. അന്ന് ഇമാം ബുഖാരി പറഞ്ഞപ്പോൾ ദാഖിലി ഉള്ളിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ അസിൽ കോപ്പി നോക്കി തിരിച്ചു വന്നപ്പോൾ ദാഖിലി ചോദിക്കാണ്, കൈഫ ഹുവ യാ ഗുലാം, അതെങ്ങനെയാണ് പിന്നെ അവിടെ ഉള്ളത് കുട്ടിയെ? അപ്പം ഇമാം ബുഖാരി പറയാണ്, കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ സുബൈർ, അത് സുബൈറാണ്. നിങ്ങൾ അബു സുബൈർ തെറ്റാണ്, സുബൈറാണത്. വഹുവ സുബൈർ എന്നവർ ഇബ്നു അദിയൻ, അദി എന്നവരുടെ മകനാണ്. അപ്പൊ അദി എന്നവരുടെ മകനായ സുബൈർ എന്നവർ ഹദീസ് റിപ്പോർട്ടിൽ പറഞ്ഞു അൻ ഇബ്രാഹിമ, ഇബ്രാഹിം എന്നവരെ തൊട്ട് എന്നാണ് ഇമാം ബുഖാരി തിരുത്തി കൊടുത്തത്. ഫഅഖദൽ ഖലമ, ദാഖിലി പേനെടുത്തു, വാസുലഹ കിതാബഹു, അവിടെ കിതാബിനെ നന്നാക്കി ഈ അബി സുബൈർ എന്ന് പറഞ്ഞു കൊടുത്താൽ അബിലാണ്ട് ഒഴിവാക്കി, എന്നിട്ട് നീ സുബൈർ എന്നാക്കി. വക്കാലി, എൻ്റെ ദാഖിലി എന്നോട് പറഞ്ഞു, സദക്ത, നീ പറഞ്ഞ സത്യമാണ്, നീ പറഞ്ഞതാണ് ശരി, എൻ്റെ അടുത്ത് പേച്ചതാണ്. ഈ ചരിത്രം ഇമാം ബുഖാരി അവരുടെ ശിഷ്യന്മാർക്കും ഒറാക്കിരിക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഇബ്നുകം ഹീന റദത്ത അലൈ, ദാഖിലിയുടെ തെറ്റ് നീ തിരുത്തി കൊടുത്തപ്പോൾ ഉസ്താദിന്റെ തെറ്റിരുത്തി വന്ന് എത്ര പ്രായമുള്ളത്? ഫഖാല ഇബ്നു 11 സന, 11 വയസ്സാണെന്ന് എനിക്കുള്ളത്. അങ്ങനെ ഇമാം ബുഖാരി പറയാണ്, എനിക്ക് 16 വയസ്സായപ്പോഴേക്കും അബ്ദുല്ലാഹി മുബാറക് എന്നവരുടെയും വക്കീ എന്നവരുടെയും കിതാബുകളെ ഞാൻ മനഃപ്പാഠമാക്കി. മറ്റുള്ള മുഹദ്ദിസീങ്ങളുടെയും ഫുഖഹാവിൻ്റെയും കലാമുകളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് 16 വയസ്സായപ്പോഴാണ് ഉമ്മാൻ്റെയും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെയും കൂടെ ഞാൻ ഹജ്ജിന് പോയത്. അപ്പം ഇമാം ബുഖാരി ആദ്യമായി നാട് വിടുന്നത് 16-ാമത്തെ വയസ്സിലാണ്. അതായത് 210 ഹിജ്റ 210. ഇമാം ബുഖാരിയുടെ ജനനം ശവ്വാൽ 13 194-ാമത്തെ കൊല്ലം. ഇമാം ബുഖാരിയുടെ ജനനം 194-ാമത്തെ കൊല്ലം ശവ്വാൽ 13-നാണ്. അവരുടെ വഫാത്ത് വളരെ വിശാലമായ ഒരു ചരിത്ര സംഭവമായിരുന്നു വഫാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അവിടെ വഫാത്ത് ഉണ്ടാകുന്നത് 256-ലാണ്. ആകെ ഈ ലോകത്ത് ജീവിച്ചത് 62
വയസ്സാണ്, 62 കൊല്ലം. മരിക്കുമ്പോൾ 62 വയസ്സ് തികയാൻ 13 ദിവസത്തെ കുറവുണ്ട്. ശവ്വാൽ 13-നാണ് ജനനം. ശവ്വാൽ 1 പെരുന്നാൾ രാവിലാണ് വഫാത്തുള്ളത്. ചെറിയ പെരുന്നാൾ രാവിലാണ് വഫാത്ത്. 62 വയസ്സ് തികയാൻ 13 ദിവസത്തെ കുറവാണുള്ളത്. ഈ ഇമാം ബുഖാരിയുടെ ജനനവും വഫാത്തും അവർ ജീവിച്ച ദിവസവും അവരുടെ വയസ്സും അറിയാൻ മഹാന്മാർ ഒരു അബ്ജദ് കണക്ക് പ്രകാരം പറയുന്നത് എന്താ? സ്വദഖ ഹമീദുൻ നൂർ. ഹമീദ് സത്യം പറഞ്ഞു, ഇമാം ബുഖാരി നൂറാണ് എന്ന വാക്കിൽ അർത്ഥമുള്ളത്. അവിടെ സ്വദഖയാണ് ജനനത്തിൻ്റെ കണക്ക്. സ്വാദ് 90, ദാല് 4, ഖാഫ് 100, അപ്പോൾ 194. ഹമീദ് എന്ന് പറഞ്ഞാൽ ആകെ ജീവിച്ച വയസ്സ്. 8, മീമ് 40, യാ 10, ദാല് 4, അപ്പോൾ എത്രയായി? 62. വഫാത്തായത് നൂന് 50, വാവ് 6, റാഗ് 2, അപ്പോൾ 256. ഇത് എല്ലാവരും മനസ്സിലാക്കിയത് നല്ലതാണ്. സ്വദഖ ഹമീദുൻ നൂർ. അവിടെ ഹുമൈദ് എന്ന് വായിക്കുന്നവരുണ്ട്. ഇമാം ബുഖാരി 16-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. അവിടെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയാണ്, ഈ 16 വയസ്സിൻ്റെ മുമ്പ് ആ 10 വയസ്സായ സമയത്ത് തന്നെ ബുഖാറ വിട്ട് നാട് വിട്ടു പോകുകയാണെങ്കിൽ ഇമാം ബുഖാരിക്ക് വലിയ വലിയ ധാരാളം മഹത്തുക്കളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കാരണം പ്രായം അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഹിഫ്ളുള്ളവരായിരുന്നു. പക്ഷെ നാട് വിട്ട് കടക്കാൻ, നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത് 16-ാമത്തെ വയസ്സിലാണ് നാട് വിട്ടു പോകാൻ തുടങ്ങിയത്. അതുവരെ 10 വയസ്സ് മുതൽ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇമാം ബുഖാരിയുടെ നാട് മാവറ അന്നഹറിൻ്റെ അപ്പുറമുള്ള നാടാണ്. ആമോദറിയ എന്ന് പറയുന്ന നദി, ആ നദിയുടെ അപ്പുറമുള്ള സ്ഥലം അതാ കസാക്കിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന്, തജിക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, ഇങ്ങനെയുള്ള കുറേ നാടുകൾ കൂടിയ സ്ഥലത്തിലേക്കാണ് മാവറ നഹർ. അതിലുള്ള ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറയിലാണ് ജനനം. അവിടെ തന്നെയുള്ള സമർക്കന്ദിൻ്റെ തൊട്ടടുത്തുള്ള ബുഖാറയുടെയും അടുത്തിടയിലുള്ള ഖർത്തങ്ക് എന്ന് പറയുന്ന നാട്ടിലാണ് ഇമാം ബുഖാരിയുടെ മക്ബറയുള്ളത്. അവിടെയാണ് അവിടെ വഫാത്തായതും കബറടക്കപ്പെട്ടതും. സമർക്കന്ദിൻ്റെ തൊട്ടടുത്തുള്ള നാടാണ് ഖർത്തങ്ക് എന്നുള്ള പേരിന് കിട്ടാനുള്ള കാരണം ഇബ്നു ഹജർ ഹൈതമി അവരുടെ ഫത്ഹുൽ ഇലാഹിൽ പറയുന്നത് എന്താ? ഖർത്തങ്ക് എന്നുള്ളത് അവരുടെ ഭാഷയിൽ തിക്കും തെർക്കും കൂടുക എന്നാണ്. അതിനൊക്കെയുള്ള കാരണം ഇമാം ബുഖാരിയുടെ അവിടെ കബറടക്കപ്പെട്ടതോടുകൂടെ നാനാഭാഗത്തിൽ നിന്നും ജനങ്ങളുടെ ഒഴുക്ക് കാരണം അവിടെ വലിയ തിരക്കനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ഇലാഹിൽ പറയുന്നുണ്ട്. എന്തായാലും ഇമാം ബുഖാരി ആദ്യമായി കിതാബ് രചനയിലേക്ക് വരുന്നത് ഇമാം ബുഖാരിയുടെ 18-ാമത്തെ വയസ്സിലാണ്. അവിടെ വെച്ചാണ് കിതാബു ഖളായ സ്വഹാബ വത്താബിഈൻ എന്ന ആ പ്രശസ്തമായ കിതാബ് എഴുതുന്നത്. പിന്നെയാണ് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് ലൈറ്റുള്ള നിലാവുള്ള രാത്രിയിൽ വെച്ച് ഇമാം ബുഖാരിയുടെ താരീഖ് എഴുതുന്നത്. ഇമാം ബുഖാരി താരീഖിനെ സംബന്ധിച്ച് പറയുന്നത്
ഞാൻ ഏതൊരു മഹാന്റെ പേരതിൽ പറഞ്ഞോ ആ പറഞ്ഞവർക്കെല്ലാം എൻ്റെ അടുക്കൽ ധാരാളം കഥകളുണ്ട്, കിസ്സകളുണ്ട്. പക്ഷെ ദീർഘമാവലിനെ ഭയപ്പെട്ടുകൊണ്ടിട്ടാണ് ഞാൻ ആ കഥകളൊന്നും എഴുതാത്തത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദഖൽതു ഇല ശാം വമിസ്ര വൽ ജസീറ മറത്തൈൻ. ഷാം, മിസ്ർ, ജസീറ ഇവിടെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ബസ്രയിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഹിജാസ്, മക്ക, മദീന, ത്വയ്ഫ് ഉൾക്കൊള്ളുന്ന സ്ഥലമാണല്ലോ ഹിജാസ്. അവിടെ ഞാൻ 6 വർഷം താമസിച്ചിട്ടുണ്ട്. ആ താമസക്കാലത്താണ് സഹീഹുൽ ബുഖാരി എഴുതുന്നത്. കൂഫയിലേക്കും ബഗ്ദാദിലേക്കും ഞാൻ എത്ര പ്രാവശ്യം പോയി എന്നുള്ളത് എനിക്ക് കൃത്യമായ കണക്കില്ല. കാരണം അത്രയും കൂടുതൽ സമയം ഞാൻ പോയിട്ടുണ്ട്. വലിയ മുഹദ്ദിസായ ഹാഷിദ് ബിൻ ഇസ്മായിൽ എന്നവർ പറയാണ്, ഞങ്ങളോട് കൂടെ ബുഖാരി റളിയല്ലാഹു അൻഹു ബസ്രയിലുള്ള മശായിഖന്മാരുടെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി പോരും. അന്ന് ഇമാം ബുഖാരി ചെറിയ കുട്ടിയാണ്. അന്ന് ഞങ്ങളെല്ലാവരും എഴുതുമ്പോൾ മഹാനവറുകൾ ഒന്നും തന്നെ എഴുതൂല. അങ്ങനെ ഞങ്ങൾ 16 ദിവസമായപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ധാരാളം ഹദീസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്കിത് തന്നെയാണ് പണി. എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഹദീസ് ചോദിക്കലും പഠിക്കലുമാണ്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ എഴുതി വായിച്ചു തരണം, നിങ്ങൾ പറഞ്ഞു തരണം എന്ന് ഷെയ്ഖ് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പം അത് 15,000 ഹദീസുകളുണ്ട്. ഇങ്ങനെ പറഞ്ഞപ്പോ ഇമാം ബുഖാരി അല്ലാത്തവർ ഏടെടുത്തു. ഇമാം ബുഖാരി അവരുടെ ഹിഫ്ളിൽ നിന്നായിട്ട് അവരത് മുഴുവനും ഷെയ്ഖ് പറഞ്ഞു കൊടുത്തത് പോലെ തന്നെ പറയുകയും, ഇത് ഈ സംഭവം ഉദ്ധരിക്കുന്ന ഇസ്മായിൽ എന്നവർ പറയാണ്, ഹാഷിദ് ബിൻ ഇസ്മായിൽ എന്നവർ പറയാണ്, ഞങ്ങളെ എഴുത്തിൽ വല്ല അക്ഷരപ്പഴിവുകളോ അല്ലെങ്കിൽ വല്ല വിട്ടുപോയതോ ഉള്ളതെല്ലാം ഇമാം ബുഖാരി ഓതി തന്നപ്പോൾ, വായിച്ചു തന്നപ്പോൾ ഞങ്ങൾ അതിൽ തിരുത്തി. ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബൂബക്കർ ബിൻ അബു അയ്യാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങള് ഇമാം ബുഖാരിൻ്റെ അടുക്കൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. ബുഖാരി അബൂബക്കർ ബിൻ അയ്യാസിനോട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബൂബക്കർ ബിൻ അബു അയ്യാസ് പറയാണ്, ഞങ്ങൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഇമാമിനെ തൊട്ട് ഹദീസ് പറഞ്ഞു. അന്ന് ഇമാം ബുഖാരിക്ക് താടിയും മുടിയും വന്നിട്ടില്ല. അത്രയും ചെറുപ്പത്തിൽ തന്നെ അടുവക്കൽ നിന്ന് വലിയ വലിയ ആളുകൾ ഹദീസ് പഠിച്ചിട്ടുണ്ട്. അന്ന് 18 വയസ്സിൽ താഴെ ഇമാം ബുഖാരിക്കുള്ളൂ. അബൂബക്കർ ഇബ്നു അബി അയ്യാസ് എന്ന മഹാൻ ഇമാം ബുഖാരി അടുക്കൽ നിന്ന് ഹദീസ് പഠിക്കുന്ന സമയത്ത് 18 വയസ്സേ ഉള്ളൂ. ചില ആളുകൾ ചോദിക്കും, നമ്മളെ കൂടെ ഒരു കുട്ടിയുണ്ടല്ലോ ഹദീസ് പഠിക്കുന്നത്, ആ കുട്ടി ഒന്നും എഴുതുന്നില്ല, പേനയില്ല, കടലാസില്ല, ഒന്നുമില്ല, എന്താണ് ആ കുട്ടി എഴുതാത്തത്? അവ പറഞ്ഞെന്താ, ആ കുട്ടി ഇവിടുന്നൊക്കെ ഹദീസ് കേട്ട് ബുഖാറയിലേക്ക് ചെന്നാൽ മനസ്സിൽ നിന്ന് എടുത്തെഴുതിക്കോളും, അതിൽ മാത്രം ഹിഫ്ളുള്ള മഹാനാണ്. അങ്ങനെ മഹാനായ ഇമാം ബുഖാരി ഹദീസ് പഠിക്കാൻ വേണ്ടി മുതിരാൻ, അതുപോലെ തന്നെ ഹദീസിൽ ഇമാം സഹീഹുൽ ബുഖാരി രചിക്കാനുമുള്ള കാരണം നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് 2ാമത്തെ ക്ലാസ്സിൽ. എന്താ, അന്നത്തെ കാലത്ത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പല രൂപത്തിലുണ്ടെങ്കിലും
അതിൽ സ്വഹീഹും ലഈഫും ഹസനും വേർതിരിച്ചിട്ടുള്ള കിതാബുകളില്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന കിതാബുകളും അന്നില്ല. അപ്പം സ്വഹീഹായ ഹദീസുകളെ മാത്രം ക്രോഡീകരിച്ച ആദ്യത്തെ ആള് ആരാന്ന് ചോദിച്ചാൽ ഇമാം ബുഖാരിയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇമാം ബുഖാരി വരാനുള്ള കാരണം അവരുടെ പ്രശസ്തരായ ഉസ്താദ്, അന്നത്തെ കാലത്തെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിമുൽ ഹൻദലി, സാധാരണ ഇബ്നു റാഹവൈഹി എന്നാണ് പറയല്. അന്നത്തെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേര് ലഭിച്ചത് ഈ ഇസ്ഹാഖ് ബിൻ റാഹവൈക്കാണ്. പിന്നീടാണ് ഇമാം ബുഖാരിയുടെ ബുഖാരി വന്നതോടുകൂടെ, സഹീഹുൽ ബുഖാരി വന്നതോടുകൂടെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേര് ഇമാം ബുഖാരിക്ക് സ്വന്തമായി വന്നത്. അതിനു മുമ്പ് പലരും ഉണ്ടായിരുന്നു. എന്താണ്? ഇസ്ഹാഖ് ബിൻ റാഹവൈന്റെ അടുത്ത് വെച്ച് ഹദീസുകൾ പഠിക്കുമ്പോൾ വലിയ മുഹദ്ദിസാണ്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേരുള്ള മഹാനാണ്. അവർ പറഞ്ഞു, എന്താ സ്വഹീഹ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ലൗ ജമഅതും കിതാബൻ മുഖ്തസറാ ലിസ്വഹീഹി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് സ്വഹീഹായി വന്നതിന് മാത്രം ഒരു ചെറിയ കിതാബ് നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി അത്ര നന്നായിരുന്നു. ഇസ്ഹാഖ് ബിൻ റാഹവൈ പറയാണ് ഇമാം ബുഖാരിയുടെ ശാസ്ത്രം. ഇമാം ബുഖാരി പറയാണ്, ഫവഖഅ ദാലിക ഫീ ഖൽബി, ആ വാക്ക് എൻ്റെ കൽബിലാണ് തറച്ചു. അങ്ങനെയാണ് സഹീഹായ ഹദീസുകൾ മാത്രം ഉണ്ടാക്കാൻ ജാമിഉ സ്വഹീഹ്, സഹീഹുൽ ബുഖാരി ഞാൻ രചിക്കാൻ വേണ്ടി ഒരുങ്ങിയത്. അതാണ് ഒരു കാരണം. അതിനോടുകൂടെ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകഅന്നനി വാഖിഫുൻ ബൈന യദൈഹി, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കും പോലെ, വബിയദി മിർവഹത്തുൻ അദുബ്ബു ബിഹാ അൻഹു, എൻ്റെ കയ്യിലുണ്ട് ഒരു വിസറിയുണ്ട്. ആ വിസറി കൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വീശിക്കൊടുക്കുന്നു. നബി തങ്ങളിലേക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് കടന്നുകൂടലിനെ തൊട്ട് റസൂലുള്ളാഹിനെ തൊട്ട് ഞാൻ തട്ടുന്നു. അദുബ്ബു ബിഹാ അൻഹു. ഇങ്ങനെ സ്വപ്നം കണ്ടു ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് തടുക്കുന്നവരായി, ആട്ടുന്നവരായി, ഓടിക്കുന്നവരായി വിസറി കൊണ്ട് അങ്ങനെ വീശിക്കൊടുക്കുന്നതായിട്ട് കണ്ടു. ഈ വിവരം ഞാൻ തഅബീർ അറിയുന്ന ഒരാളോട് ചോദിച്ചു. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അൻത തദുബ്ബു അൻഹുൽ കിദ്ബാ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് കളവ് പറഞ്ഞുണ്ടാക്കലിനെ തൊട്ട് തടുക്കുന്നവരാണ്. ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇത് പറഞ്ഞതോടുകൂടെ എൻ്റെ മനസ്സിൽ സ്വഹീഹായ ഹദീസ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ജാമിഉ സ്വഹീഹ് രചിക്കണം എന്നുള്ളത് എനിക്ക് തോന്നി. ഇമാം ബുഖാരി പറയുന്നുണ്ട്, മാ കതബ്തു ഫീ കിതാബി സ്വഹീഹി ഹദീസൻ ഇല്ലാ ഇഗ്തസൽതു ഖബ്ല ദാലിക വസല്ലൈതു റക്അതൈൻ. കിതാബു സ്വഹീഹ് എന്ന സ്വഹീഹുൽ ബുഖാരി, അതിൽ ഞാൻ ഒരു ഹദീസും എഴുതിയിട്ടില്ല. ഞാൻ അതിൻ്റെ മുമ്പ് കുളിച്ചു 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ. ഇമാം ബുഖാരി പറയുന്നുണ്ട്, ബുഖാരിയുടെ ബാബുകൾ ഇടുമ്പോൾ
ഓരോരോ ബാബിനിക്കും അതുപോലെ തന്നെ ഞാൻ കുളിച്ച് നിസ്കരിച്ച് ഇസ്തിഖാർ ചെയ്ത ശേഷം മാത്രമേ ഞാൻ ബാബിട്ടിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, സഹീഹുൽ ബുഖാരി ഞാൻ ഉണ്ടാക്കിയത് 6 ലക്ഷം ഹദീസിൽ നിന്നാണ്. മറ്റൊരു സ്ഥലത്ത് ഇമാം ബുഖാരി പറഞ്ഞു, ബുഖാരി എന്ന കിതാബിൽ ഞാൻ സ്വഹീഹിലല്ലാതെ പുറപ്പെടുവിച്ചിട്ടില്ല. വമാ തറക്തു മിനസ് സ്വഹീഹി അക്സറു, സ്വഹീഹായ ഹദീസിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയത് കുറേയുണ്ട്. 6 ലക്ഷം ഹദീസിൽ നിന്നാണ് ഞാൻ ഈ സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബിനെ ഞാൻ സ്വഹീഹിനെ ഉണ്ടാക്കുന്നത്. ഞാൻ മുഴുവൻ സ്വഹീഹും ഞാൻ പറഞ്ഞിട്ടില്ല, കുറേ സ്വഹീഹിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും ഫത്ഹുൽ ബാരി പറയുന്നു, لأنه لو أخرج كل صحيح عنده لجمع في الباب الواحد حديث جماعة من الصحابة وذكر طريق كل واحد منهم إذا صحت فيصير كتابا كبيرا جدا. ഈ ഒഴിവാക്കിയ ഹദീസ്, സ്വഹീഹായ ഹദീസുകൾ മുഴുവനും പറയുകയാണെങ്കിൽ ഒരു ബാബിൽ തന്നെ സഹാബത്തിൽ നിന്ന് വലിയ ഒരു ജമാഅത്തിനെ തൊട്ട് ഹദീസ് പറയേണ്ടി വരും. കാരണം ഓരോരോ സഹാബിയുടെയും ഹദീസുകൾ ഓരോന്നോരോന്നായി കൂട്ടും, മത്തിന് ചിലപ്പോൾ ഒന്നായി വരും. അതുപോലെ അതുപോലെ സഹാബത്തിൽ നിന്ന് ഓരോരുത്തർക്ക് എത്ര സാബിയങ്ങൾ കേട്ടോ, അവരുടെ ഓരോരുത്തരുടെയും ആ സനദ് പറയേണ്ടി വരും. ആ സനദ് വ്യത്യാസമാകുമ്പോൾ മറ്റൊരു ഹദീസ് മാറി എന്ന് പറയും. ഒരേ ഹദീസ് തന്നെ ഒരു സ്വഹാബി പറഞ്ഞു, ആ സ്വഹാബിനെ തൊട്ട് പല താബിയങ്ങൾ പറഞ്ഞാൽ ആ ഹദീസ് താബിയങ്ങളുടെ എണ്ണം കണ്ട് ഹദീസിൻ്റെ എണ്ണം കൂടും. അതുപോലെ സ്വഹാബത്തിൻ്റെ എണ്ണം അനുസരിച്ചും ഹദീസിൻ്റെ എണ്ണം കൂടും. അങ്ങനെയാണ് എണ്ണം ഹദീസായി വരുന്നത് എന്നല്ലാതെ മത്തിനുകൾ 6 ലക്ഷം വൈവിധ്യമായ മത്തിനുകൾ എന്നല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലേക്ക് മുസ്തഖ്റജ് ഉണ്ടാക്കിയപ്പോൾ, മുസ്തദ്റക് ഉണ്ടാക്കിയപ്പോൾ ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യാത്ത അവരുടെ നിബന്ധനകൾ ഒത്ത ഹദീസുകൾ ഏത് എന്ന് പരതി നോക്കുമ്പോൾ ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി ലഭിച്ചത് വെറും 200 ചില്ലാനം ഹദീസുകളാണ്, മത്തിന് വ്യത്യാസമുള്ളത്. അതാണ് ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ കളഞ്ഞ ഹദീസുകളെ മുഴുവനും പറയുകയാണെങ്കിൽ ഓരോരോ സ്വഹാബത്തിൻ്റെയും ഹദീസ് മർഫുആയ ഹദീസിനെ പറയേണ്ടി വരും. അവരുടെ ശിഷ്യന്മാരായ താബിഈങ്ങൾ അവരുടെ ഹദീസുകളെയും സനദുകളെയും പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഫയസീറു കിതാബൻ കബീറൻ ജിദ്ദാ, അത് വലിയ കിതാബായി വരും. അതുകൊണ്ടാണ് വിട്ടത്. വിട്ട് എന്ന് പറയുന്നത് മത്തിനുകളുടെ വൈവിധ്യമായ മത്തിനുകളെയല്ല, സനദുകൾ ധാരാളമായി ഞാനിതിൽ കൊണ്ടുവരാവുന്നില്ല എന്നാണ് ആ പറഞ്ഞതിനർത്ഥമുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഞാൻ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുമ്പോൾ ഓരോരോ കാലുകളും പൊന്തിച്ചു വെക്കുമ്പോൾ അതേ റസൂലുള്ളാഹിന്റെ ഖദമിനെ വെച്ച് അതേ സ്ഥലത്ത് ഞാൻ എൻ്റെ ഖദമിനെ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടു. നബി തങ്ങളുടെ ബേക്കിലാണ് ഞാൻ, റസൂലുള്ള ഓരോരോ കാലുകളും എടുത്തു വെക്കുമ്പോൾ ആ വെച്ചോടത്ത് തന്നെ ഞാൻ ചവിട്ടി. അങ്ങനെ നബി തങ്ങളെ പിന്നിൽ പിന്തുടർന്ന് നടന്നു. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട്, ഈ സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ട് നജ്മു ബിൻ ഫുളൈൽ എന്ന മഹാൻ പറയാ, അതൊരു പരിപാടി വക്കാന മിൻ അഹ്ലിൽ ഫഹ്മി, തഅബീർ അറിയുന്ന ആളാണ് അവർ പറയാണ്, ഞാനും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
ഈ സ്വപ്നങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൻ്റെ പിന്നിൽ റസൂലുള്ള ഓരോരോ കാല് വെക്കുന്നോർത്ത് തന്നെ കാല് വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ട്. ഇമാം ബുഖാരി പറയാണ്, ഞാൻ സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കി. ഞാൻ ആ കിതാബിനെ ആദ്യമായി ഞാൻ കാണിച്ചു കൊടുത്തത് ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുനിക്കാണ്. 1000-10000 ഹദീസ് മനപ്പാടത്തിൽ കൂടുതൽ ഹദീസ് മനപ്പാടമുള്ളവരാണ്. അതുപോലെ യഹ്യ ബിൻ മഈൻ ഏറ്റവും വലിയ നഖാദുൽ ഹദീസാണ് അവർ. അതുപോലെ അലി ഇബ്നുൽ മദീനി അന്നത്തെ പ്രമുഖരായ വലിയ ഇന്നും ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന മുഹദ്ദിസീങ്ങളാണ് അവർ. അവരുടെ അടുക്കലേക്ക് ഞാൻ സ്വഹീഹുൽ ബുഖാരിയെ ഉണ്ടാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ മാത്രമല്ല, ഇതുപോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ എത്രത്തോളം ആളുകൾക്ക് ഓതിക്കൊടുത്തു. ഇമാം ബുഖാരി വക്കൽ നിന്ന് കേട്ടു എന്നുള്ള വിഷയങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ പ്രമുഖർക്ക് മുഴുവനും ബുഖാരി കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇത് വളരെ ഉഷാറായിട്ടുണ്ട്, ഹദീസുകൾ മുഴുവനും സ്വഹീഹാണെന്ന് പറഞ്ഞു. ഇല്ലാ ഫി 4 ഹദീസ, ബുഖാരിയിലുള്ള ആകെ ഹദീസുകളിൽ നിന്ന് 4 ഹദീസിനെ പറ്റി അഹ്മദ് ബിൻ ഹംബൽ, യഹ്യ ബിൻ മഈൻ, അലി ഇബ്നുൽ മദീനി പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞു, ഇതിൽ ആകെ 4 ഹദീസ് അത് സ്വഹീഹ ആയിട്ടില്ല, സ്വഹീഹിന്റെ മർത്തബയിലല്ല എന്ന് പറഞ്ഞു. അവിടെ മഹാനായ മുഹദ്ദിസായ ഉഖൈലി എന്ന മഹാൻ പറയുന്നത് ഫത്തുൽ ബാരിയുള്ളതാണ്. വൽ ഖൗലു ഫിഹാ ഖൗലുൽ ബുഖാരി വഹിയ സ്വഹീഹത്തുൻ. ഇമാം ബുഖാരിയാണ് പറയുന്നത്, ഞാൻ ഈ കിതാബിൽ സ്വഹീഹല്ലാത്ത ഒന്നിനും എഴുതിയിട്ടില്ല, എഴുതിയത് മുഴുവനും സ്വഹീഹാണ്. ലോകം പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി. അള്ളാഹുവിൻ്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ കിതാബ് സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ലോകത്ത് ഇത്തിഫാഖാണ്. ബുഖാരിൻ്റെ അപ്പുറം ഒരു കിതാബിന് വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ ബുഖാരി പറഞ്ഞതാണ് അവിടുത്തെ സഹിയായ കൗല്. 4 അടക്കം ബുഖാരിയിലുള്ളത് മുഴുവനും, എത്രത്തോളം അതിലുള്ള മുസ്നദ് മാത്രമല്ല, മർഫൂ മാത്രമല്ല, അതിലുള്ള മുഅല്ലഖായ ഹദീസുകളുണ്ട്. റാവികളെ പറയാതെ പറയുന്ന, ബാബുകൾ പറയുന്ന മുഅല്ലഖായ ഹദീസുകളിൽ ചർച്ചകൾ വരുന്നുണ്ട്. ആ ഹദീസുകളടക്കം മുത്തസിലുമാണ്, സഹീഹുമാണ് എന്നുള്ളതാണ് സത്യം. അതിലേക്ക് യാതൊരു മാറ്റവുമില്ല. ഇമാം ബുഖാരിയിൽ പറഞ്ഞ ഹദീസുകൾ മുഴുവനും സ്വഹീഹാൻ, ഒരൊറ്റൊന്നു പോലുമില്ല എന്നുള്ളതാണ് ശരി. ഫത്തുൽ ബാരി പറയാണ്.